കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്ന കൃപ എന്താണ്? അകൃത്യങ്ങളിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? അകൃത്യങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരിൽ എന്തുണ്ട്? അകൃത്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും, നമ്മുടെ തന്നെ അകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. വേണ്ടേ? വേണം. മറ്റുള്ളവരുടെ അകൃത്യങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടണം. നമ്മൾ ഒരു കുമ്പസാരക്കൂടിന്റെ മുമ്പിൽ ചെന്ന് കാത്തിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രഭാതമാകുന്നതിന് വേണ്ടി കാവൽക്കാരൻ കാത്തു നിൽക്കുന്നത് പോലെയാണ്. എന്താണ് ഇരുട്ടെന്ന് പറയുന്നത്? സിസ്റ്ററെ, എന്താണ് ഇരുട്ട്? പാപമാണ് ഇരുട്ട്. ഇരുട്ടെന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത് പാപമാണ്. ഈ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് പാപമില്ലാത്ത അവസ്ഥയായ ആ പ്രഭാതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ് ഒരു കുമ്പസാരക്കൂടിന്റെ മുമ്പിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഞാൻ കർത്താവിന് വേണ്ടി കാത്തു നിന്നു. പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഞാനിങ്ങനെ കാത്തിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ ഞാൻ കാത്തിരുന്നപ്പോൾ, അവിടെ നിന്ന് എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ഒരു ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ ആ ക്രൂശിതന്റെ കാല് പിടിച്ച് നമ്മൾ കാത്തിരിക്കും, പുൽക്കൂടിന്റെ മുമ്പില് നമ്മൾ കാത്തു നിൽക്കുമ്പോൾ, കൂടിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ, കർത്താവ് നമ്മെ നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചില പാപങ്ങളിൽ നിന്ന്, പാപത്തിന്റെ കറകളിൽ നിന്ന്, പാപത്തിന്റെ കടങ്ങളിൽ നിന്ന്, പാപത്തിന്റെ കളങ്കങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് പ്രഭാതമാകാൻ കാത്തു നിൽക്കുന്ന കാവൽക്കാരനെ പോലെ ഈ പാപത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ പിടിയിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നവനെ പോലെ കാത്തു നിൽക്കണം.